പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൽ 4 വർഷ ഡിഗ്രി നടപ്പിലാക്കിയ സമയത്ത് വിദ്യാർത്ഥികൾക്കുള്ള വലിയൊരു സംശയമാണ് എന്താണ് ക്രെഡിറ്റ് എന്നുള്ളത്. എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് ലഭിക്കും, എങ്ങനെ ക്രെഡിറ്റ് നമുക്ക് കൂട്ടാം, എങ്ങനത്തെ കാര്യം കൊണ്ട് ക്രെഡിറ്റ് നഷ്ടപ്പെടാം, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ വിദ്യാർത്ഥികളോട് പറയാം, 4 വർഷ ഡിഗ്രിയിൽ മാത്രമുള്ള ഒന്നല്ല ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മുൻപ് നിങ്ങളുടെ സീനിയേഴ്സ് പഠിച്ച ഡിഗ്രി കാലഘട്ടത്തിലും ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ക്രെഡിറ്റ് എന്നുള്ളതിലേക്ക് ആദ്യം നോക്കാം. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിവിധ 4 വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിവിധ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ക്രെഡിറ്റ് എന്നത്? ക്രെഡിറ്റ് ഈസ് ദ യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ദ വെയിറ്റ് ഓഫ് എ കോഴ്സ് ഇൻ ടേംസ് ഓഫ് സ്റ്റുഡന്റ് വർക്ക് ലോഡ്, ലേണിംഗ് ഔട്ട്കം ആൻഡ് ക്ലാസ് അവേഴ്സ്. ഒരു സബ്ജക്റ്റിന്റെ, ഒരു വിഷയത്തിന്റെ വർക്ക് ലോഡ്, അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ്, ലേണിംഗ് ഔട്ട്കം, അതുപോലെ തന്നെ ക്ലാസ് അവേഴ്സ്, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ക്രെഡിറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, എ കോഴ്സ് വിച്ച് ഇൻക്ലൂഡ് 1 hour ഓഫ് ലെക്ചർ ഓർ ട്യൂട്ടോറിയൽ ഓർ മിനിമം 2 hours ഓഫ് ലാബ് വർക്ക്, പ്രാക്ടിക്കൽ വർക്ക്, ഫീൽഡ് വർക്ക് പെർ വീക്ക് ഈസ് ഗിവൺ 1 ക്രെഡിറ്റ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സബ്ജക്റ്റിന്റെ ആഴ്ചയിൽ 4 അവർ ഉണ്ട് എന്ന് കരുതാം. ഒരു തിയറി പേപ്പറാണ്, അതിന് 4 അവർ ഉണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എത്ര? 4 ക്രെഡിറ്റ്. 1 അവർ ആഴ്ചയിൽ ഉണ്ടെങ്കിൽ അത് 1 ക്രെഡിറ്റ് ആണ്. 2 അവർ ഉണ്ടെങ്കിൽ 2 ക്രെഡിറ്റ് ആണ്. 3 അവർ ഉണ്ടെങ്കിൽ 3 ക്രെഡിറ്റ് ആണ്. 4 അവർ ഉണ്ടെങ്കിൽ 4 ക്രെഡിറ്റ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സിലബസ് ടൈം ടേബിൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ കാര്യം വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിന് എത്രയാണ് ക്രെഡിറ്റ് എന്നുള്ളത്. പ്രാക്ടിക്കലിനാണെങ്കിൽ 2 അവറാണ് 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത്. 1 ക്രെഡിറ്റ് ലഭിക്കണമെങ്കിൽ 2 അവർ. അപ്പം ആഴ്ചയിൽ 4 അവർ ആണെങ്കിൽ 4 അവറാണ് പ്രാക്ടിക്കൽ ഉള്ളെങ്കിൽ നമുക്ക് 2 ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പൊതുവെ മേജർ മൈനർ വിഷയങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണ്. ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് 4 ക്രെഡിറ്റ് ലഭ്യമാകും. അതേപോലെ തന്നെ MDC അതുപോലെ AEC സബ്ജക്റ്റുകൾക്ക് 3 ക്രെഡിറ്റ് ആണ്, 3 ക്രെഡിറ്റ് ആണ്. ഈ ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 70 മാർക്കിന് പരീക്ഷ ഉണ്ടെങ്കിൽ അത് 4 ക്രെഡിറ്റിൻ്റെതായിരിക്കും. 50 മാർക്കിന് എക്സാം ഉണ്ടെങ്കിൽ അത് 3 ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പരീക്ഷ 3 ക്രെഡിറ്റിന്റെ ആണെങ്കിൽ 50 മാർക്കിന് പരീക്ഷയും 25 മാർക്കിന്റെ ആണലുമാണ്. 4 ക്രെഡിറ്റ് ആണെങ്കിൽ 70 മാർക്കിന്റെ പരീക്ഷയും 30 മാർക്ക് ഇന്റേണലുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇതൊക്കെ വളരെ സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ സിലബസിലും വളരെ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈവൻ നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ ക്രെഡിറ്റ് എത്ര, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കുള്ള ക്രെഡിറ്റ് ഇവിടെ നിങ്ങളുടെ സിലബസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിലബസിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. എ തിയറി പേപ്പർ ഓഫ് 4 ക്രെഡിറ്റ് 4 hours ക്ലാസ് പെർ വീക്ക്. എ പ്രാക്ടിക്കൽ ലാബ് ഓഫ് 2 ക്രെഡിറ്റ് 4 hours ലാബ് പെർ വീക്ക്. 3 year ഡിഗ്രി കോഴ്സ്, 3 ഇയറിൽ നമ്മളുടെ ഓണേഴ്സ് ഡിഗ്രി ജോയിൻ ചെയ്ത് 3 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാൻ മിനിമം 133 ക്രെഡിറ്റ് അക്വയർ ചെയ്ത വിദ്യാർത്ഥിക്ക് മാത്രമേ 3 year ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ഈ 133 ക്രെഡിറ്റ് എങ്ങനെ ലഭിക്കും? നിങ്ങളുടെ സിലബസിൽ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളും പാസ്സാവുന്നതോടുകൂടി 3 വർഷത്തിനുള്ളിലുള്ള എല്ലാ സെമസ്റ്ററിലെ സബ്ജക്റ്റും പാസ്സായി കഴിഞ്ഞാൽ 133 ക്രെഡിറ്റ് ആയി. അതിന് വളരെ കൃത്യമായിട്ട് ഓരോ ഇതിലും എത്ര സബ്ജക്റ്റ് ഉണ്ട്, അതിന് എത്ര ക്രെഡിറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഫസ്റ്റ് സെമസ്റ്റർ എടുക്കാം. 3 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, 2 AEC, 1 MDC. ഓക്കെ, 1 MDC. പിന്നെ അതുപോലെ തന്നെ 3 മൈനർ ആൻഡ് മേജർ, 2 മൈനർ, 1 മേജർ. അപ്പൊ നമുക്ക് ലഭിക്കുക മേജർ മൈനറിന് 12 ക്രെഡിറ്റും MDC AECയിൽ നിന്ന് 9 ക്രെഡിറ്റും ലഭിക്കും. 12 + 9 21 ക്രെഡിറ്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ. അങ്ങനെ നിങ്ങൾ ഒരു സെമസ്റ്റർ പരീക്ഷ എല്ലാ സബ്ജക്റ്റിലും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 21 ക്രെഡിറ്റ് ആയി. അത് നിങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പാസ്സാകുന്നതോടെ ആ ക്രെഡിറ്റ് കിട്ടി. നിങ്ങളൊരു മേജർ പാസ്സായാൽ ആ മേജറിന് 4 ക്രെഡിറ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് കിട്ടി. ഇങ്ങനെ ലഭിക്കുന്ന ക്രെഡിറ്റുകൾ നിങ്ങൾ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലേക്ക് ആഡ് ആവും. ഓക്കെ, 4 year ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ 177 ക്രെഡിറ്റ്. 4 വർഷം കൊണ്ട് എല്ലാ സബ്ജക്റ്റും പാസ്സായി, അതിൽ പ്രൊജക്ട് ഒക്കെ സബ്മിറ്റ് ചെയ്തു, ഇതിന്റെ കൂടെ ഇന്റേൺഷിപ്പിന്റെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 177 ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിച്ചു. മാക്സിമം 200 ക്രെഡിറ്റ് വരെ നേടാമെന്ന് പറയുന്നുണ്ട്. 3 year ഡിഗ്രിക്ക് 150 ക്രെഡിറ്റ് വരെ നേടാമെന്ന് കേരള ഹയർ എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്.
മിനിമം 133 ക്രെഡിറ്റ് 3 വർഷം കൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കും. അതൊരു സാധാ ഒരു വിദ്യാർത്ഥി കോളേജിൽ പോകുന്ന പോലെ കോളേജിൽ പോയി അവിടുന്ന് പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റും പഠിച്ചു അവിടുന്ന് പറയുന്ന ഇന്റേൺഷിപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 133 ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിച്ചു. അതോടുകൂടി നിങ്ങൾക്ക് 133 ക്രെഡിറ്റ് നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാം. നിങ്ങൾ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ 127 ക്രെഡിറ്റ് 4 വർഷം നിങ്ങൾ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പറയുന്ന സബ്ജക്റ്റുകൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ അത് എഴുതി പ്രൊജക്ട് ഉണ്ടെങ്കിൽ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 177 ക്രെഡിറ്റ് ലഭിക്കും. അതോടുകൂടി നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി ലഭിച്ചു. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ചില സ്വയം പോർട്ടലിലെ ചില സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് ലഭിക്കും. അതിന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് സിലബസിൽ പറയുന്ന സ്വയം കോഴ്സുകൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഓക്കെ, സ്വയം കോഴ്സ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NSS കോളേജിലെ NCC ഒക്കെ ഈ ക്രെഡിറ്റിന്റെ ഭാഗമായിട്ട് മാറാൻ പോകണം. അത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇത്ര ക്രെഡിറ്റ് അതിലൂടെ ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി പൂർത്തീകരിക്കുന്നതിന് ഇത്ര മേജറിൽ ഇത്ര ക്രെഡിറ്റ് വേണം, മൈനറിൽ ഇത്ര ക്രെഡിറ്റ് വേണം, ജനറൽ ഫൗണ്ടേഷനിൽ ഇത്ര ക്രെഡിറ്റ് വേണം എന്നുള്ളതൊക്കെ അതിന്റെ രൂപകൽപ്പന വളരെ കൃത്യമായിട്ട് അതിന് റൂളും റെഗുലേഷനും ഉണ്ട്. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മളെ സിലബസ് ഉണ്ടായിരിക്കുക. ആ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് മനസ്സിലാക്കും. ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.